ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. മീൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടെടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ടെടുക്കുക. പിന്നീട് ഇതിലേക്ക് മസാലപ്പൊടികൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് ഇതൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. പിന്നീട് നമ്മൾ വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവയും കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ പേസ്റ്റ് ഒഴിച്ച് കൊടുത്ത് പിന്നീട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുകയാണ്. മസാലയൊക്കെ നല്ല വെന്ത് കിട്ടുന്നത് വരെ തിളപ്പിച്ചിട്ടെടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് മീനിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം തിളപ്പിക്കുക. പിന്നീട് നമ്മളിത് ഓഫാക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാനായിട്ടൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമ്മൾ തേങ്ങ ഒന്നും അരക്കാതെയാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കുറുകിയ ഒരു കറി തന്നെയാണ്. തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് നല്ലൊരു കുറുകിയ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.